ഉത്രാട ദിനത്തിൽ ഭഗവതിക്കുള്ള കാഴ്ചക്കുല സമർപ്പിക്കുന്നതിനായി മലയരാജാവും പരിവാരങ്ങളും അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും അവർ അവരുടെ ആ വിശ്വാസവും ചടങ്ങും നടത്തുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ അച്ഛൻ അപ്പൂപ്പന്മാരായി ചെയ്തു വന്നിരുന്ന കുലദൈവമായ തിരുമാന്താംകുന്ന് ഭഗവതിക്ക് നൽകി വന്നിരുന്ന ഈ സമർപ്പണമാണ് ഇത്തവണയും ഇവർ ആഘോഷമായി തിരുവോണ ദിനത്തിൻ്റെ തലേ ദിവസമായ ഉത്രാട ദിനത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തി കുല സമർപ്പിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും പോകാം. ഇന്നത്തെ ഈ ചടങ്ങ് എന്ന് പറയുന്നത് നമ്മൾ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പഴയ പൂർവികരായിട്ട് ആചരിച്ചു പോന്നിരുന്ന മലയരാജാക്കന്മാരാണ് ഞങ്ങൾ. അപ്പോൾ നമ്മളെ കുലദേവത എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഈ തിരുമാന്താംകുന്ന് ഭഗവതി. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇപ്രാവശ്യത്തെ തിരുവോണത്തിന് ഉത്രാട കാഴ്ചക്കുല വെക്കാനും അതുപോലെ തന്നെ തമ്പുരാന് കാഴ്ചക്കുല വെക്കാനും എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാ വർഷവും കൊല്ലം ചെയ്യാറുണ്ട്. വള്ളക്കോനാതിരിയും ഞങ്ങളും ആണ് ഇവിടെ ഈ കാഴ്ചക്കുല വെക്കാൻ വേണ്ടിയിട്ട് വരാറുള്ളത്. മലയാൻ ആരാധിച്ച് പോന്നിരുന്ന ഒരു അമ്പലമാണിത് ഭഗവതി. അന്നിവിടെ അമ്പലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു കുന്ന് ഒരു കാടൊക്കെ ആയിട്ട് കിടന്ന സ്ഥലമാണ്. ഇവിടെയായിരുന്നു മലയരാജാവ് ഇരുന്നിരുന്നത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്പുരാനൊരു കാഴ്ചക്കുല സമർപ്പിക്കുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ പുതിയ ട്രസ്റ്റ് ഏറ്റെടുക്കുന്ന ഇതല്ലേ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കൂടിക്കാഴ്ച, അതായത് വള്ളക്കോനാതിരി ആദ്യത്തെ രാജഭരണം തിരുമാന്താംകുന്നിൽ വന്ന് ട്രസ്റ്റ് ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കൂടിക്കാഴ്ച മലയരാജാവിനായിട്ടേ പാടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ള ആൾക്കാരായിട്ടുള്ള എന്നുള്ളതാണ് ആ ചരിത്രം പിന്തുടർന്നു പോരുന്നത്. അത് ഓണത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ ആ കാഴ്ചക്കുല സമർപ്പിക്കാറുള്ളത്. അതെ, തുല്യ പ്രധാന ഘടകം തന്നെയാണ് മലയരാജാവിൻ്റെ കുടുംബത്തിൽ. അതേപോലെ തന്നെ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ പൂരം തുടങ്ങണമെന്നുണ്ടെങ്കിലും മലയരാജാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള പൂക്കുട എഴുന്നള്ളിച്ച് വരണം. അതുപോലെ തന്നെ 11-ാം പൂരത്തിൻ്റെ ദിവസം പൂരം അവസാനിപ്പിക്കുന്നതും മലയരാജാവ് പല്ലക്കിലേറി വന്നിട്ടാണ് 11-ാം പൂരം അവസാനിപ്പിക്കുന്ന ചടങ്ങ് നടക്കുന്നത്. ഐതിഹ്യങ്ങളിലും ചരിത്രത്തിലുമെല്ലാം മലയരാജ കുടുംബത്തിന് തിരുമാന്താംകുന്ന് ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിൽ മലയരാജാവിന് പ്രത്യേക സ്ഥാനമുണ്ട്. അദ്ദേഹം അനുഷ്ഠിക്കേണ്ടതായ ചടങ്ങുകളുമുണ്ട്. ഉത്രാട ദിവസം ഭഗവതിക്ക് കാഴ്ചക്കുലയും ഓലക്കുടയും സമർപ്പിക്കുന്നത് ഇത്തരത്തിൽ അനുവർത്തിച്ചു പോരുന്ന ഒരു ചടങ്ങാണ്. മലയരാജ കുടുംബം തന്നെയാണ് ഭഗവതിക്ക് മുൻപിൽ സമർപ്പിക്കുന്ന ഈ ഓലക്കുടയും നിർമ്മിക്കുക. മലയരാജാവ് ഗോപാലകൃഷ്ണനും കുടുംബാംഗങ്ങളുമാണ് ആചാരപ്പെരുമയോടെ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെത്തി കാഴ്ചക്കുടയും കുലയും സമർപ്പിച്ചത്. ഉത്രാട ദിനത്തിൽ രാവിലെ ശ്രീമൂലസ്ഥാനത്ത് ക്ഷേത്രം ട്രസ്റ്റി MC ശ്രീധരവർമ്മരാജയുടെ സാന്നിധ്യത്തിലായിരുന്നു മലയരാജാവ് കാഴ്ചക്കുടയും കുലയും സമർപ്പിച്ചത്. തിരുമാന്താംകുന്ന് ക്ഷേത്രഭരണം വള്ളുവനാട് രാജകുടുംബം ഏറ്റെടുക്കുന്ന ദിവസം കൂടിയായിരുന്നു ഇത്തവണത്തെ കാഴ്ചക്കുല സമർപ്പണമെന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജാം ജൂം ഹൈപ്പർമാർക്കറ്റ്, exceeding expectations. Atlas Fashion, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയൻ ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.